ബിഗ് ബോസിൽ ഇന്നലെ കണ്ടിരുന്നു. കണ്ടു. എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് എല്ലാവരും ആകെ ഡൗൺ ആണ്. അല്ല, ഡൗൺ ആവാനായിട്ട് ഇതെല്ലാം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ലാലേട്ടൻ എന്തൊക്കെയോ ലാലേട്ടനല്ല, അതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതായത് ഇതുവരെ ബിഗ് ബോസിൽ ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയുള്ള ബിഗ് ബോസ് ഇതവിടെ ചെയ്യുന്നത്. അതായത് അവര് കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് ചിലപ്പോൾ 10,000 വരെ മുടക്കിയിട്ടായിരിക്കും ഇവർ ഓരോ സാധനങ്ങൾ മേടിച്ചോണ്ട് അനുമോളൊക്കെ പറയണ 20 ലിപ്സ്റ്റിക് കൊണ്ടൊക്കെ വന്നേന്നൊക്കെ. അതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ഇവര് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അതായത് ഡ്രസ്സൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചു വന്ന് ബിഗ് ബോസിൽ ഒന്ന് ഷോ കാണിക്കാന്നൊക്കെ ഓർത്ത് ഇവർ ഇതൊക്കെ മേടിച്ചു വന്നിട്ട് ബിഗ് ബോസ് ഇത് കൊടുക്കുന്നില്ലല്ലോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എല്ലാവർക്കും. ആ നെബിൻ എന്ന് പറയുന്നവരുണ്ടല്ലോ, ആ ഫാഷൻ മോഡലും കണ്ട അവനൊരു സ്കൂൾ യൂണിഫോം ഇട്ട് കൊടുക്കല്ല, സ്കൂൾ യൂണിഫോം എന്തോ ഡ്രസ്സ് കൊടുത്തെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയേ. അതിലൂടെ ഈ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് മേക്കപ്പ് ശീലിച്ചവർക്ക് അതൊരു ക്രൈസ് ആണ്. ഏറ്റവും കൂടുതൽ ജിസേലാണ് പുള്ളിക്കാരി. ഇന്നലെ ഇനിയിപ്പോ അടുത്ത ലാലേട്ട് പൊക്കും. മറ്റേ ബിന്നി പറയുന്നുണ്ട്, ബിന്നി അല്ലല്ലോ നമ്മുടെ ആ സീരിയൽ ആക്ട്രസ് ഉണ്ടല്ലോ, ബിന്നി അല്ലേ, ബിന്നി എന്നാ പേര്. പുള്ളിക്കാരി പറഞ്ഞല്ല, പുള്ളിക്കാരി ഉറക്കം എഴുന്നേറ്റപ്പോ പുള്ളിക്കാരി നടക്കുന്ന സമയത്ത് നോക്കുമ്പോ മറ്റേ ജിസേല് ഞാനും കണ്ടായിരുന്നത് കൺസീലറൊക്കെ ഇട്ട് മുഖത്തൊക്കെ ഇട്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എന്താണ് ആ നിർത്തിവെക്കാനുള്ള ഒരു സംഭവം വെച്ചിട്ട്, അതായത് ബിഗ് ബോസ് പറയണതൊന്നും അനുസരിക്കുന്നില്ല ഇവര്. അതെ. പക്ഷെ എനിക്ക് വേറെ കാര്യം ഇന്ന് മനസ്സിലായി. ഈ ഞാൻ കണ്ടതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. യുവരാജിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു ജിസേൽ എന്ന് പറയുന്നു. ശരിയാണോ? അറിയാമോ? ഇല്ല, ഞാൻ ജിസേല് യുവരാജിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ജിസേല് ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നിരുന്ന ജിസേല് യുവരാജിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആളുകൾ ചിലപ്പോ എന്തെങ്കിലും ഫോട്ടോ മോഡലാണ്. യുവരാജ് ഇതേപോലെ മോഡലിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അതായത് ചില്ലറ കാര്യമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനത് കണ്ടതാണ്. അപ്പൊ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അല്ല, ജനങ്ങൾക്കെന്നല്ല, അങ്ങനെ കേട്ടിരുന്നു, ജസ്റ്റ് അത് പറഞ്ഞാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ഡൗൺ ആവാനുള്ള കാരണം, ഇതിൽ വേറൊരു സംഭവം, അനീഷ് ഇപ്പം അതിന് മുമ്പേ നമുക്ക് ഡൗൺ ആവുന്ന കാര്യം പറയാനേ. ഈ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചൊവ്വ ബുധനില് 6 പേരില് 2 പേര് ഔട്ടാവും. വ്യാഴാഴ്ചക്കുള്ളിൽ 2 പേര് ആദ്യമായിട്ട് ഇവർക്ക് ഒരു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച വിചാരിച്ചു ഇവർക്ക് എല്ലാവർക്കും കളിക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ബിഗ് ബോസിന് മനസ്സിലായി തേങ്ങയ്ക്ക് ഒരു തേങ്ങ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇടത്തിൽ മാണിക്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബിഗ് ബോസിന് തന്നെ അത് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവര് ഈ പറയുന്ന 6 പേരില് 2 പേര് ഔട്ട്. അതിലിപ്പോ എനിക്കൊന്നും ഈ ആഴ്ച 4 പേര് പോകും. അതായത് ഞായറാഴ്ച എവിക്ഷൻ ഉണ്ട്. ഈ വീക്കിന് അത്ര പേര് ആൾക്കാർ പോകണം. പുതിയ ആൾക്കാർ വരട്ടെ. കാരണം എനിക്ക് അതിന് പറയാനുള്ളതല്ലോ. രേണുസുതി ഇന്നലെ പറയണ്ടായിരുന്നു, എനിക്ക് വയ്യ. അതായത് പുള്ളിക്ക് വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാളുടെ അവസരമില്ല. ആരൊക്കെ പോകും? 6 പേരിൽ ആരൊക്കെ എവിക്ഷനിൽ എനിക്ക് തോന്നിയത് അനീഷ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അവനൊരു വേറെ സ്ട്രാറ്റജി. വർഷത്തെ കഷ്ടപ്പാടാണ് പുള്ളിയുടെ. കഷ്ടപ്പാടാണ്, അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവനൊരു വിവരമില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ അതുപോലെ രേണുസുതി ഈ പറഞ്ഞ പിന്നെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും രേണുസുതിയും പോകാനുള്ള പ്ലാനാണ് എനിക്ക് തോന്നിയത്. മിക്കവാറും രേണുസുതിനെ ചവിട്ടി പുറത്താക്കും ബിഗ് ബോസ് തന്നെ. അവിടെ നിന്നിട്ട് പറയാം എനിക്ക് വയ്യ വീട്ടിൽ. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു രതീഷും പറയുന്നുണ്ടായിരുന്നു, രതീഷിനെ പുറത്താക്കിയിരുന്നു. അതിൽ വേറെ ആൾക്കാരും പറഞ്ഞു എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു വയ്യാത്തവരൊക്കെ എന്തിനാ, സ്വന്തം ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി അറിയാവുന്നവർ എന്തിനാ ഇതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി വരുന്നത്? ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ബിഗ് ബോസിൽ പോയ ഒരാള് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോയി എത്രയോ പേര് ഇപ്പൊ ഏകദേശം ഒരു 100-150 ആൾക്കാരോളം ബിഗ് ബോസിൽ നമ്മുടെ ഇതുവരെയുള്ള സീസണിൽ വന്നിട്ടുണ്ട്. എത്ര പേര് ജനങ്ങളെ ഓർത്തിരിക്കുന്നുണ്ട്? ഈ കുറെ പേരെ ഓർത്തിരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സിനിമ ഒരു കട്ടിയ പൊക്കം കുറേ ഒരാൾ വന്നിരുന്നത്, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മറന്നുപോയി. ഞാനും മറന്നുപോയി. അതാ പറഞ്ഞ. അപ്പൊ ബിഗ് ബോസിൽ വന്നത് കൊണ്ട് കാര്യമില്ല. ബിഗ് ബോസിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ വെറുതെ ബിഗ് ബോസിൽ വന്ന 4 ആള് തിരിച്ചറിയും എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ അപ്പം ഇവരൊക്കെ എല്ലാവരും ഡൗൺ ആയിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര വർത്തമാനം, ദേഷ്യപ്പെടുന്നു, ചൂടാവുന്നു, പല ഓരോ സ്ട്രാറ്റജി മാറ്റി. മറ്റേ അഡ്വക്കേറ്റ് ശൈത്യക്ക് ഞാൻ ശരിക്കും നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ശൈത്യയിൽ ഒരുപാട് പ്രതീക്ഷ. ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, അപ്പൊ വാദിക്കാനുള്ള ഒരു കഴിവുണ്ടാവുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതിപ്പോ ഒരുമാതിരി ഒരു സിനിമ പോലും പറയാൻ പറ്റുന്നില്ല. അത്രയും ഒരു കഴിവില്ലാത്തൊരു. ഇതിനു മുമ്പ് ശൈത്യ ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ശൈത്യയുടെ അമ്മയും അവാർഡ് മേടിക്കാതിരുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത്
അവർക്ക് ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷയോടെ അവിടെ ഇരിക്കുമായിരുന്നു. ഈ ശൈത്യയുടെ മദറും കൂടിയുള്ള ഏതോ പ്രോഗ്രാം ഞാൻ മറന്നുപോയി. അതില് 5ാമത്തെ സ്ഥാനമാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ശ്വേതാ മേനോൻ ട്രോഫി കൊടുക്കുന്ന സമയത്ത് ശൈത്യ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത്രയും കഴിവ് കേട്ട ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്ലാൻഡ് പരിപാടിയാണ്, ചാനലുകൾ അങ്ങനെയാണല്ലോ, പ്ലാൻഡ് ആയിട്ട് കൊടുക്കാതിരുന്നതൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ കാണുമ്പോഴാണ് മനസ്സിലായ ഒരു ഇതുമില്ല. അല്ല ഞാൻ ഈ പ്രാവശ്യം ഉള്ളതില് എനിക്ക് ഞാൻ മറ്റേ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളല്ലേ ഫോട്ടോ വെച്ചില്ല, അദ്ദേഹം വെറുതെ ഒനിയലിന്റെ പേര് ശരിക്കും ഒനിയലിനെങ്ങാണ്ടല്ല, മറ്റേ ലാലേട്ടൻ വന്ന കഴിഞ്ഞ എപ്പിസോഡിൽ സാബു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും പുള്ളിക്കൊക്കെ ഒരു സാബുനെ കണ്ട പുള്ളിയുടെ പേര് ആരും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു രസമില്ലാത്ത ആള് ഒനിയൽ സാബു എന്നാണ് പുള്ളിയുടെ പേര്. ലാലേട്ടൻ സാബു എന്നാണ് വിളിച്ചോണ്ടല്ല ഒരു ഇതില്ലാത്ത കണ്ടസ്റ്റന്റ് എല്ലാവരും അല്ലെ. ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ആകെ ഇപ്പൊ ഞാൻ പറഞ്ഞ ജസീൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ അനുമോളാണെങ്കിൽ കരച്ചിലാണ്, മിണ്ടിയ കരയും, ഒരുപാട് ക്യൂട്ട്നെസ്സും. ഞാൻ വിചാരിച്ച ശാരീരിക നല്ല ഗെയിമറാണ്. എനിക്ക് ഓപ്പോസിറ്റ് അടിച്ചെടുക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ മറ്റവരെ പൊളിക്കണമായിരുന്നു. അല്ല ഇപ്പൊ ഞാൻ നിലവിൽ എനിക്ക് ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല പ്ലെയർ ഇപ്പൊ അനീഷാണ്. ഞാൻ ആദ്യം കുറച്ച് വെറുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരിപ്പെടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അപ്പാനിഷത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായി, പുള്ളി ഇന്ന് കുടുംബശ്രീ ആയിപ്പോയി. കഴിഞ്ഞ സീസണിലെ ഒരു സീക്രട്ട് ഏജന്റ് വാഴയായ സമയത്ത് ഈ സീസണിലെ വാഴയാണെന്നുള്ള രീതിയിലാണ് അപ്പാനിഷത്തിന് ആളുകൾ പറയുന്നത്. കോമണർ അടിച്ചു കയറുമ്പോ അടിപൊളിയായിട്ടുണ്ട്. സത്യത്തില് ഇപ്പൊ മൊത്തം ബാക്കി 18 കണ്ടസ്റ്റന്റും അനീഷിനെതിരെ കളിക്കണം. പക്ഷെ ചില സമയത്ത് അനീഷ് സ്ട്രാറ്റജി ശരിക്കും ഇന്നലെ ഒരു പരിപാടി നടന്നല്ലോ, അവർക്ക് ഫുഡ് പോലും കിട്ടാത്ത അവസ്ഥയിൽ പോയി അനീഷ് കാണിച്ചത്. 1ാമത് പുള്ളിക്ക് പോകണം. അതെ ആ ഒരു സംഭവം അനീഷ് കുറച്ച് വാശി പിടിച്ചോ എന്നൊരു ഡൗട്ട്. അല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സാധനമുണ്ട് അനീഷിന്റെ, അത് നല്ലതാണ്. എല്ലാവരും കാരണം രജിത് സാറ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് എല്ലാവരിലും നമ്മൾ തന്നെ വെറുപ്പിച്ചിട്ട് എല്ലാവരും കൂടി തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലൊരു ഗെയിം എടുത്ത് കളിക്കാം. പക്ഷെ പുള്ളിക്കാണ് വിജയിക്കാൻ വാഴകളാണെങ്കിൽ പോലും പുള്ളിക്ക് അതിനുള്ള വിവരമില്ല. ഇപ്പൊ രജിത് സാറ് പറയുന്ന ഒരു കോട്ട് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി കളിച്ചോണ്ടിരുന്നത്. ഇതൊക്കെ എന്താ അറിയാ, അതൊന്നുമില്ല. സാറേ ബിഗ് ബോസേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവും ബിഗ് ബോസേ ഇവരെ അറിയില്ല കേട്ടോ. പുള്ളിയുടെ കോഴിക്കോടോ അങ്ങനെ എന്തൊക്കെയാണ് സ്ലാങ് ഒന്നുമില്ല പുള്ളിക്ക് ഒരു അതായത് നമുക്ക് ബിഗ് ബോസ് ഇവർ കാണിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാട്ടിൻ പുറത്താണെങ്കിലും പക്ഷെ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു. അല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ പുള്ളി എന്താ പറയുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവണം. അതായത് പുള്ളിയുടെ ഗെയിമൊക്കെ അടിപൊളിയാണ്, പക്ഷെ പുള്ളിയുടെ വാഴയായി മാറിപ്പോയി. അതാണ് പറ്റിയത്. എനിക്ക് അങ്ങനെ ഏറ്റവും നല്ലൊരു വാഴയാണെങ്കിലും അത്യാവശ്യം ഇവര് എനിക്ക് തോന്നുന്നു ഇവരോടൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക, ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ബിഗ് ബോസിന് പോലും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ. അതാണ് എനിക്ക് തോന്നിയത്. അനുമോളൊക്കെ വന്നിട്ട് എന്താണ് ഉദ്ദേശിക്കണേ എന്ന് ട്രിഗർ ചെയ്താൽ പോലും വഴക്ക് എന്തിനിടണേന്നുള്ള രീതിയിലായി. നല്ല ആൾക്കാർ എടുക്കണമെന്നാണ് എന്റെ ഒരു. നല്ല ആളുകൾ എന്തെന്നാണ് ഇപ്പൊ ആരാ നല്ല ആളുകൾ? നല്ലത് മീൻസ് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ. എന്താണ് ഞാൻ ഈ പറയുന്ന ആളുകൾ ഇപ്പൊ ആര് വന്നാലും എങ്ങനെ വന്നാലും എല്ലാവരും അത് ചെയ്യുന്നത് തെറ്റാണ്, മറ്റുള്ളവരുടെ കൂടുതൽ നെഗറ്റീവ് അടിക്കുമോ എന്നുള്ള പേടിയിലാണ്. കാരണം എനിക്ക് മനസ്സിലായ കാര്യം അനീഷിനെ വന്നിട്ട് ലാലേട്ടൻ എന്തുകൊണ്ട് മക്കളെ നിങ്ങളോട് കളിക്കാൻ വന്നതാണ്. പക്ഷെ ആ പെൺകുട്ടികളെ രണ്ടുപേരെ ലെസ്ബിയൻസ് രണ്ടുപേരെ പറഞ്ഞതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. നമുക്ക് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാനല്ല ഇവിടെ വന്നേക്കണേ. ഇത് ബിഗ് ബോസ് കളിക്കാനോ വന്നേക്കണേ, ഗെയിം കളിക്കാനോ വന്നേക്കണേ. അതില് അനീഷ് ചെയ്യുന്നുണ്ടെങ്കിലും അനീഷ് ഒരു എന്താ പറയാ എല്ലാവരും വെറുപ്പ് സമ്പാദിച്ച് ഒറ്റപ്പെടുത്തിയെങ്കിൽ പോലും അനീഷിനത് കെയർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആളില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. പുള്ളി ഇതുവരെ ഡൗൺ ആയിട്ടില്ല. കണ്ടോ എപ്പിസോഡ് കണ്ടോ? പുള്ളി തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ഇത്രയും പേര് എന്നെ ഇതാക്കിയിട്ട് ഞാൻ ഇന്നവരെ ഡൗൺ ആയിട്ടില്ല. പുള്ളി തന്നെ പറഞ്ഞു. ഞാൻ കണ്ടതാണ് ഇന്നലെ പുള്ളി പറഞ്ഞല്ലോ. ഇന്ന് പുള്ളിയൊക്കെ വേറെയാണ്. എടാ അനീഷ് ഷാനവാസിക്ക അങ്ങനെയൊക്കെ സംസാരം. പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി ആണെങ്കിലും അതെന്തോ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ എന്ത് വേണ്ടിയ സ്ട്രാറ്റജി എന്ന് പറയല്ലേ. കാരണം എന്ന് വെച്ചിട്ട് ഈ ആഴ്ച 2 പേരെ വിക്ഷലിൽ 2 പേര് പോവും, പുറത്തു പോകില്ല. അനീഷ് പോകൂല. നീ പറഞ്ഞിട്ട് കാര്യം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? അനീഷ് അതെ ഒരാള് പോകാൻ പോയി. എനിക്ക് തോന്നി അനീഷ് പോകാതിരിക്കുന്നത്. എനിക്ക് തോന്നി 2 പേര് ഒരാളാണ്. കാരണം വോട്ടിങ്ങിലൂടെ അല്ല പുറത്താക്കുന്നത്. ഈ ആഴ്ചത്തെ ഈ വ്യാഴാഴ്ചക്കുള്ളിലുള്ള എവിക്ഷൻ എനിക്ക് തോന്നുന്നു വോട്ടിങ്ങിലൂടെ അല്ലല്ലോ, ജനങ്ങളുടെ വോട്ടിങ്ങിലൂടെ അല്ല, അവിടുത്തെ ഗെയിംസിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ? അപ്പൊ അനീഷ് ആ ഗെയിം മാക്സിമം ജയിക്കാൻ നോക്കൂലേ? അനീഷ് ഗെയിം ജയിക്കാൻ നോക്കട്ടെ.
എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് പറ്റില്ല, അവള് മലപ്പുറം ചെയ്യുന്നില്ല, പുറത്താവും. അതുപോലെ തന്നെ മറ്റേ പുള്ളിക്കാരത്തില്ലേ ആ പെൺകൊച്ചു ചെറിയ വെച്ചു അവർ രണ്ടും പുറത്താവും ചാൻസ് ഉണ്ട്. അനീഷ് പുറത്താവാത്ത അതുകൊണ്ടാണ്. എവിക്ഷനിൽ വന്നേ വരുമ്പോ ചിലപ്പോ അനീഷ് ചാൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആളുകള് അവൾക്ക് നെഗറ്റീവ് വോട്ട് കൊടുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, രേണുസുതിക്ക് കഴിവില്ല എന്നുള്ള കാര്യം 100%. അതുപോലെ അപ്പാനീശ്വരത്ത് ഇല്ല, അനുമോള് വേസ്റ്റോട് വേസ്റ്റ് അനുമോൾ, അതുപോലെ ശാരിക. പിന്നെ എന്താ പറയാ, അല്ല അവർക്ക് ഇതിൽ കളിക്കണ്ടേ ശാരിക എന്ന് പറഞ്ഞ ആങ്കർ. ബിഗ് ബോസിന് എല്ലാ പ്രാവശ്യവും ഈ ബിഗ് ബോസ് ഈ വയ്യാത്ത കുറച്ച് പ്രായമുള്ള ആളുകൾ എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണെന്ന് മനസ്സിലാവും. അവർക്ക് ഗെയിം കളിക്കാൻ പോലും അറിയില്ല. അതിലാകെ ഒരു വ്യത്യാസം വന്നത് മറ്റേ അല്ല ഞാൻ പറഞ്ഞ വയസ്സായ മറ്റേ രജിത്ത് സാർക്ക് പുറത്തു പോയില്ല, രഞ്ജിത്ത് പുറത്തു പോയില്ല. ആ രജിത്ത് മാത്രം കുറച്ച് അറിവ്, അത് എടുക്കുമ്പോൾ കുറച്ച് അറിവും ഒരു സ്റ്റേണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ വേണമായിരുന്നു എടുക്കാൻ. എന്റെ അഭിപ്രായത്തിലെ പൊളിറ്റീഷ്യൻസിന് എടുക്കണം. ഇതുവരെ ബിഗ് ബോസ് സീസൺ 7 ഇതുവരെ പൊളിറ്റീഷ്യൻസിന് എടുത്തിട്ടില്ല. എടുക്കട്ടെ, വന്നു കഴിഞ്ഞാൽ അവരുടെ മൊത്തം ഇത് പോവേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമേജ് ഭയങ്കരമായിട്ട് നോക്കി കണ്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം. പക്ഷെ ബിഗ് ബോസ് പോലൊരു ഇതിൽ വരുമ്പോ ഇവരുടെ മൊത്തം ഇമേജ് മാറും. അതുകൊണ്ട് ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവും, നേരെ വിളിച്ചിട്ട് അപ്പാനീശ്വരത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന ശാരിക കലാഭവൻ, ഇവരൊക്കെ വെറുതെ അവർക്ക് ഒരു പ്രതീക്ഷയില്ല. അവർ 3 പേരും പ്രതീക്ഷയില്ല. കാരണം ഒരു അമ്മ കളിയാണ്, അതൊരു അമ്മ മുത്തശ്ശി എല്ലാവർക്കും ചോറ് കൊടുക്കുന്നു. മറ്റേ പുള്ളിക്കാരത്തിയാണ് രേണുസുതി എന്ന് പറഞ്ഞ വയ്യ, അറിയാൻ പാടില്ല. അത് ഇവരോട് മല്ലിട്ട് എന്തിനാണ് മറ്റേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റിന് റിപ്ലൈ പോലും കൊടുക്കാണ്ട് ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഓൺലൈൻ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് രേണുസുതി. രേണുസുതി പുറത്തു പോകുന്നത് ഹേറ്റേഴ്സ് കൂടിയിട്ടല്ല, രേണുസുതിയുടെ മെയിൻ സംഭവം ഉണ്ട്. അതുപോലെ ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെറുതെ നിർത്തും ഇങ്ങനെ വയ്യ വയ്യ എന്ന് പറയുമ്പോ എന്തെങ്കിലും പോകണം, രേണുസുതി പോകണം. അപ്പാനിശ്വരത്ത് കുടുംബശ്രീ ആയിപ്പോയി. അനുമോളൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് കയറി വന്നതെന്ന്, എന്തോരം സ്ട്രോങ് ആളുകളുണ്ട്. എന്തിനു അനുമോൾ, എനിക്കറിയാം എന്തോരം ലേഡീസ് ഉണ്ട്, എന്തോരം എത്രയോ കിട്ടില്ല മെമ്പേഴ്സ് കിടക്കുന്നു അല്ലേ. സോഷ്യൽ മീഡിയ കളക്കണ പിള്ളേര് നിൽക്കുന്നു. എന്തിനാണ് ഇവരുടെ അടുത്ത് ഇവരെല്ലാവരും ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് നമുക്കൊരു അയ്യെന്ന് തോന്നാത്ത കുറെ ആളുകളായിരുന്നു. പക്ഷെ ഇപ്പൊ മാറ്റി പറഞ്ഞില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ സാധനം ഇതൊക്കെ മാണിക്യങ്ങൾ ഇല്ലാത്ത ഒരു ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരെയും പുറത്തുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ കയറുന്നു, എല്ലാവരും ബാക്ക്. കാരണം ബിഗ് ബോസ് ആദ്യമായിട്ടാ പറയണേ നിങ്ങളെ പരിപാടി വേണ്ടാന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് എടുക്കട്ടെ, നാളെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാണാം, കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. എന്തോ അഭിലാഷ് ആയില്ല, എന്തു പറ്റി? അഭിലാഷ് മാത്രം അഭിലാഷ് സേഫ് സോണിൽ കളിച്ചവൻ അല്ലേ? ഞാൻ പറയുന്നില്ല, അത് നമുക്ക് അടുത്ത ഇതിൽ ഞാൻ പറയാം എന്തുകൊണ്ടായിരിക്കാം നമുക്ക് നോക്കാം. അല്ല എല്ലാവരും ഇപ്പൊ സേഫ് സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 പേര് എവിക്ഷൻ, എല്ലാവർക്കും മറ്റേ എവിക്ഷനിലും വന്നിട്ടുണ്ട്. മറ്റേ വീക്കെൻഡ് അഭിലാഷ് വെച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ബാക്കി 18 പേരിൽ ആരെങ്കിലും ഒരു 4 പേരെങ്കിലും പുറത്താവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിഗ് ബോസിൽ ഈ പറയുന്ന ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ രേണുസുതി, രന ഫാത്തിമ, അതുപോലെ തന്നെ മറ്റേ പണിശരത്ത്, അനുമോള്, ശാരിക കലാഭവൻ, ഇവരെയൊക്കെ അടിച്ച് പുറത്താക്കി വീട്ടിലുണ്ട്. അതിലില്ല അനുമോളും ശാരിക കലാഭവൻ, അപ്പാനിശ്വരത്ത്, രേണുസുതി, ഇവരൊക്കെ പോകേണ്ട ആൾക്കാരാ. പിന്നെ എന്നിട്ടൊരു കളി വരികയാണെങ്കിൽ വേറെ 4 വൈൽഡ് കാർഡിന്റെ കൂടി വന്നു കഴിഞ്ഞാൽ കാരണം ഇവരെ കളി കണ്ടിട്ട് പുറത്തു. അപ്പൊ അടിച്ചടിച്ചടിച്ച് ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി, എന്തായാലും നടക്കണം.